ഓ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗദ യജ്ഞത്തിന്റെ 150ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പറയുന്നത് ശ്രീമതി മാധുരി മോഹൻദാസ് ആണ്. ഇന്നത്തെ കോർഡിനേറ്റർ ശോഭ ലക്ഷ്മണൻ കണ്ണൂരാണ്. ശോഭ, ടേക്ക് ഓവർ. സായിരാം. നമ്മുടെ എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ സത്യസായി അന്തർശൗച യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 150ാം ദിവസമാണ് ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അതിഥി മഞ്ചേരിയിലെ ശ്രീമതി മാധുരി മോഹൻദാസ് ആണ്. ഇവർ പുട്ടപർത്തിയിൽ സ്ഥിരം താമസിക്കുന്നവരാണ്. ശ്രീമതി മാധുരി വന്നിട്ടുണ്ടല്ലോ. സായിരാം. സായിരാം. സായിരാൻറ്റി. സായിരാം. ഓങ്കാരം പറഞ്ഞ് സായി ഗായത്രി പറയൂ. ഇവിടെ 3 ഓങ്കാരവും സായി ഗായത്രി ഞാൻ പറഞ്ഞതിന് ശേഷം ശ്രീമതി മാധുരി പിന്നെ സത്യസായി വാണിയാണ് വായിക്കേണ്ടത് ആദ്യം. അത് കഴിഞ്ഞിട്ട് അനുഭവം പറയലാണ്. വീഡിയോ തുടങ്ങുമ്പോ വീഡിയോ ഓൺ ചെയ്താൽ മതി. സായിരാം. ഞാൻ തുടങ്ങിയാണ്. 3 ഓമും സായി ഗായത്രിയും. സായിരാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. മാധുരി സത്യസായി വാണി വായിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. സായിറാം. സായിരാം. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമം. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ അവസരമൊരുക്കിയ ഇതിന്റെ സംഘാടകരോടും പ്രത്യേകിച്ച് വത്സലാന്റിയോടും എന്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും സായിരാം. എന്റെ പേര് മാധുരി. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശിയാണ്. കുറെ കാലം മഞ്ചേരി സമിതിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുട്ടപർത്തി ചൈതന്യ ജ്യോതി മ്യൂസിയത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ശ്രീ സത്യസായി വാണി ഭാഗം 25 പ്രഭാഷണത്തിലെ കുറച്ചു ഭാഗം വായിക്കാം. നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ അന്യരും നിങ്ങളോട് പ്രതികരിക്കും. മനുഷ്യനിലുള്ള ദിവ്യത്വം എല്ലാ സ്ഥലത്തുമുണ്ട്. അത് മനുഷ്യനിൽ മാത്രം ഒതുങ്ങിയതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് നിങ്ങളെ വേദനിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അത്തരം പ്രവൃത്തികൾ മറ്റുള്ളവരെയും അതുപോലെ വേദനിപ്പിക്കും. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം നിങ്ങൾ അവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരോട് ആദരം പ്രകടിപ്പിക്കാതെ അവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ നിങ്ങൾക്കാവില്ല. ലോകം 3 തത്വങ്ങളാൽ ഭരിക്കപ്പെടുന്നു: പ്രതികർമ്മം, പ്രതിഫലനം, പ്രതിധ്വനി. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, വീക്ഷണങ്ങൾ, വാക്കുകൾ എന്നിവ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. മനുഷ്യന് വിനയവും ആദരവും അമൂല്യമായ ആഭരണങ്ങളാണ്. വിനയം ശരിയായ വിദ്യാഭ്യാസത്തിന്റെ അടയാളമാണ്. സ്വാഭിമാനം, അസന്തുഷ്ടി എന്നിവയാൽ മനുഷ്യൻ പൂരിതനാകുമ്പോൾ വിനയം നഷ്ടമാകുന്നു. എല്ലാ സാഹചര്യങ്ങളിലും വിനയം അനുവർത്തിക്കേണ്ടതാണ്. അഹംഭാവം ബാഹ്യമായ ഒരു സമ്പാദ്യമാണ്. അറിവ് സംബന്ധിച്ച അഹങ്കാരം ഒരു സമാർജിത ഗുണമാണ്. ചെറുപ്പക്കാരിൽ അത് മാനുഷിക മൂല്യങ്ങളുടെ വിനാശകാരിയും കൂടിയാണ്.
താരുണ്യം ഒരുവന്റെ ജീവിതത്തിലെ മധ്യമഘട്ടമാണ് എന്നോർക്കുക. അത് മധ്യമഘട്ടത്തിൽ എത്തുകയും വേഗത്തിൽ പോകുകയും ചെയ്യുന്നു. നിലനിൽക്കുന്ന ചെറിയ കാലയളവിൽ നിമിഷ നേരത്തേക്ക് അത് മനുഷ്യനെ മോഹിപ്പിക്കുന്നതായി കാണപ്പെടുന്നു. അതിനാൽ ഒരുവന്റെ ജീവിതത്തിൽ ഈ കാലഘട്ടം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത് വളരെ ശ്രദ്ധിക്കണം. ആദിശങ്കരൻ പ്രഖ്യാപിച്ചു, ജനനം വേദനാജനകമാണ്, വാർദ്ധക്യവും യാതനാമയമാണ്. അതിനാൽ ഇപ്പോഴും ജാഗരൂകരാക്കുക. എല്ലാ ബന്ധങ്ങളും സമ്പാദ്യങ്ങളും താൽക്കാലികമാണ്. അവയാൽ മോഹിതരാകരുത്. സാവധാനത്തിൽ എല്ലാം അസ്തമിക്കും. ദിവ്യത്വം മാത്രം എല്ലായ്പ്പോഴും നിലനിൽക്കും. വർത്തമാന കാലഘട്ടം മാത്രമാണ് പ്രശസ്തമായിട്ടുള്ളത്. എന്തെന്നാൽ ഭാവിയും ഭൂതവും അതിലടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ചെടി ഇന്നലത്തെ വിത്തിൽ നിന്നും ഉത്ഭൂതമായതാണ്. ഭാവിയെ സംബന്ധിച്ച് ഉത്കണ്ഠാഭരിതരാകാതിരിക്കുക. ഭൂതകാലത്തെ ഓർത്ത് വ്യാകുലപ്പെടുകയും അരുത്. വർത്തമാന കാലത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ ജീവിതം സന്തോഷപൂർണമാകും. സന്തോഷത്തോടെ ജീവിക്കുക. അത് നിങ്ങളെ ഈശ്വരനുമായുള്ള യോഗത്തിലേക്ക് നയിക്കും. സായിരാം. സായിരാം, ഈ അനുഭവം പറയല്ലോ. ഞങ്ങൾ ഒരു കൂട്ടുകുടുംബമായി ഒരു വലിയ തറവാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഈശ്വര കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു. സന്ധ്യാസമയങ്ങളിൽ എൻ്റെ താഴെയുള്ളവരെ എല്ലാം വിളിച്ചു വരുത്തി നാമം ചൊല്ലുമായിരുന്നു. ഒരു ദിവസം വിക്രമ പറിക്കാൻ സമയത്ത് ഞാൻ ചോദിക്കും, എന്തിനാ പൂ പറിക്കുന്നത്? എടുത്തു പറയും, മഞ്ജുശ്രീയിലുള്ള അടുത്ത കോളനിയിൽ വരുന്നുണ്ട്. ഇവിടെ ഭജനയും സേവനവും ഒക്കെ ഉണ്ട്. വിക്രമയുടെ വീട്ടിൽ ഞാൻ സ്വാമിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സ്വാമിയെ കാണണമെന്ന്. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഭഗവാനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയപ്പോ ഇത് ആരാണെന്ന് ചോദിച്ചപ്പോ ഇതാണ് സായിബാബ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ വേറെ ആരും അങ്ങനെ സ്വാമീനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സ്വാമിയെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 1985 എന്റെ വിവാഹം. മോഹനേട്ടന്റെ വീട്ടിലെത്തിയപ്പോൾ സ്വാമിയുടെ ഫോട്ടോ കണ്ടപ്പോൾ സന്തോഷം തോന്നി. മോഹനേട്ടന്റെ അമ്മയും നല്ലൊരു ഭക്തയായിരുന്നു. 5 മണിക്ക് ഓങ്കാരവും സുപ്രഭാതവും ഭജനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചെറുപ്പത്തിലുള്ള എന്റെ ആഗ്രഹം പോലെ സായി ഭക്തനായ മോഹനേട്ടനെ ലഭിച്ചത് എന്റെ ഭാഗ്യമായി കരുതുന്നു. സ്വാമിയോട് എത്ര നന്ദി പ്രകടിപ്പിച്ചാലും മതി വരില്ല. അങ്ങനെ ചെറുപ്പത്തിലെ സ്വാമി എന്നെ ഈ പാതയിലേക്ക് വരാൻ ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടപർത്തിയിൽ പോകുമായിരുന്നു. ഒരു ദിവസം പിന്നെ ഞങ്ങൾ പുട്ടപർത്തിയിലേക്ക് പോയി. മന്ദിരത്തിൽ ദർശനത്തിന് ഇരിക്കുന്ന സമയത്ത് 2ാമത്തെ വരിയിലായിരിക്കാൻ കഴിഞ്ഞത്. സ്വാമി ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. സ്വാമി നടന്നു വരുന്ന സമയത്ത് ഭഗവാന്റെ കണ്ണിലേക്ക് സ്വാമി എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് ഒരു പ്രകാശം, ഭഗവാന്റെ കണ്ണിൽ നിന്ന് എന്റെ കണ്ണിലേക്ക് പ്രകാശം വന്ന് അനുഭവപ്പെട്ടു. എന്റെ കണ്ണുകളിലേക്ക് ധാരയായിട്ട് കണ്ണുനീര് ഒഴുകി. എന്റെ സങ്കടങ്ങളും സന്തോഷവും എനിക്ക് പങ്കുവയ്ക്കാൻ എനിക്കൊരു ശക്തിയെ ലഭിച്ച സന്തോഷം, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുറത്തു നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും സായിരാം സായിരാം മന്ത്രങ്ങൾ, അത് മാത്രമേ അവിടെ കേൾക്കണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ മനസ്സിൽ ഇതായിരുന്നു സായിരാം മന്ത്രം. ഞങ്ങൾ പല സ്ഥലത്തിലും കാറിലായാലും ബൈക്കിലായാലും ഇങ്ങനെ പോകുന്ന സമയത്ത് എത്രയോ അപകടങ്ങൾ അവിടെ വരാറുണ്ടെന്നു. പല ചെറിയ അപകടങ്ങളിൽ നിന്നും ഞാൻ സ്ഥലകാലബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ സായിരാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ എല്ലാം ഭഗവാൻ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മഞ്ചേരിയിലേക്ക് താമസം മാറ്റി. നമ്മുടെ വീട് ഒരു അമ്പലം പോലെ ആയിരുന്നു. നറുകര ഭജന മണ്ഡലിയായി പ്രവർത്തിച്ചിരുന്നു. ചെറുപ്പത്തിൽ വിക്രമാമ്മ പറഞ്ഞ കോളനി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ. അവിടെ ബാലവികാസ് ഉദ്ഘാടനം കോളനിയിൽ വെച്ച് നടന്നു. അവിടെ ഉദ്ഘാടനം നടത്താൻ വന്നിരുന്നത് സ്റ്റേറ്റ് പ്രസിഡന്റ് നടരാജ സാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മൂന്ത സാർ അന്ന് സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നരസങ്കീർത്തനവും ഭജനയും സേവനവും ബാലവികാസവും സത്സംഗവും നടത്താറുണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ അനുഭവം അവിടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആദ്യം ഉണ്ടായ
അവിടെ മാധുരി നേരെ ഇരിക്കൂ സായിരാം. സായിരാം നേരെ ഇരിക്കൂ. ഓക്കെ നേരെ ഇരിക്കാമോ മാധുരി? ഓ ശരിയല്ലേ, ശരി നേരെ ഇരിക്കൂ. നേരെ കാണുന്നില്ലേ? ഇരിക്കൂ. ഓക്കെ സായിരാം. കാണുന്നില്ലേ? ഓക്കെ സായിരാം. കാണുന്നുണ്ട്. സായിരാം കാണുന്നില്ലേ? വെള്ളിയാഴ്ച ആയിരുന്നു അവിടെ ഉദ്ഘാടനം നടത്തി. പിന്നെ ഞങ്ങളെ വീട്ടില് വെള്ളിയാഴ്ച ആയിരുന്നു ഭജന വെച്ചിരുന്നത്. ഭജന 6 തൊട്ട്. കാണുന്നില്ലേ ആന്റി? മനസ്സിലായി? കാണുന്നുണ്ട് സായിരാം. ഓക്കെ ഇപ്പൊ ശരിയായി. വെള്ളിയാഴ്ച ആയിരുന്നു ഭജന നടത്തിയിരുന്നത്. 6 മണി തൊട്ട് 7 മണി വരെയാണ് ഭജന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നു. ഞങ്ങള് ആദ്യമെല്ലാം മഞ്ചേരി സമിതിയിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. പിന്നെ നമ്മളെ അടുത്ത് ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തും. എല്ലാ വെള്ളിയാഴ്ചയും ഭജന നടത്തുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു വെള്ളിയാഴ്ച മോനേട്ടൻ പുട്ടപർത്തി സേവനത്തിന് പോയതായിരുന്നു. ആ സമയത്ത് വീട്ടില് ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരാൾ വീട്ടിലെത്തി. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ന് ഭജനയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഭജനയാണ്. കൃത്യസമയത്ത് ഭജന തുടങ്ങണം. അപ്പോഴേക്കും 6 മണി കഴിഞ്ഞു. കാരണം അടുത്തുള്ളവരൊന്നും എത്തിയിരുന്നില്ല ആ സമയത്ത്. കൃത്യസമയത്ത് ഭജന തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ സിറ്റ് ഔട്ടിൽ കയറിയിട്ട് അകത്തേക്ക് ഒന്ന് നോക്കി. അപ്പൊ സ്വാമിയുടെ ഫോട്ടോ കണ്ടു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, ചെറിയ ഫോട്ടോ വെച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? വലിയ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വലിയ ഫോട്ടോ കൊടുത്തേക്കാം, എന്നാൽ ഇരിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കൂ. അതെടുക്കാൻ ഞാൻ അകത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഗേറ്റ് കടന്ന് റോഡിലേക്ക് നോക്കിയിട്ടും കാണുന്നില്ല. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോൾ, മോനിറ്റർ പുട്ടപർത്തിന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോൾ ഒരു വലിയ ഫോട്ടോ ആയി വരുന്നു. മുൻകൂട്ടി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ഉണ്ടായ കഥ മോനേട്ടനോട് പറഞ്ഞപ്പോൾ, അത് സ്വാമിയായിരുന്നു മാധുരി. ഞാൻ ജയ് സായിരാം എന്ന് പറഞ്ഞ് പൂജാമുറിക്ക് ഓടി കൈകൂപ്പി പ്രാർത്ഥിച്ചു. ആ ഫോട്ടോ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അടുത്ത അനുഭവം എന്താണെന്ന് വെച്ചാല്, പണ്ട് പുതിയ സമിതി കൺവീനർ തെരഞ്ഞെടുത്താൽ ആലുവ സായി സെന്ററിൽ 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. മോഹനേട്ടൻ അതിന് പങ്കെടുത്തു വന്ന് ആ രാത്രി തന്നെ മോഹനേട്ടന് ഭയങ്കര ക്ഷീണായി. കിടക്കാറില്ല. വൈകുന്നേരം മേലഴുക്കി വന്ന് കിടക്കുകയായിരുന്നു. അതില് മോനേട്ടന്റെ അമ്മ അന്ന് വീട്ടിലുണ്ടായിരുന്നു. എന്താ മോനെ അവിടെ കിടക്കുന്നത്? സന്ധ്യാസമയത്ത് ഒന്നില്ലെങ്കിൽ മോനേട്ടൻ ഭജന പാടും, അല്ലെങ്കിൽ പാട്ട് വയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറ്. അന്ന് മോനേട്ടൻ എണിക്കുന്നേ ഇല്ല, കിടക്കുകയായിരുന്നു. അതില് പിന്നെ അമ്മ വന്നിട്ട് മോനേട്ടന് മോനെ എന്ന് വിളിക്കുന്നു. മോനേട്ടൻ എണീക്കണോ ഇല്ല, ഒന്നും മിണ്ടുന്നില്ല. അതില് എന്നെ വിളിച്ചു, മാധുരി മോഹനൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓടി വന്നു. ഞാൻ അവിടെ ഒരു എന്തൊക്കെ ജോലി ചെയ്യായിരുന്നു. അവിടെ നിന്ന് ഓടി വന്ന് റൂമിൽ വന്ന സമയത്ത് മോനേട്ടന് തണുത്തിട്ടുണ്ട്. അമ്മ കൈ പിടിച്ചപ്പോ ആകെ തണുത്ത് പറിച്ചിരിക്കുക. അതില് അമ്മ കരഞ്ഞു. അയ്യോ എന്റെ കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ കരയാൻ തുടങ്ങി. മോനേട്ടനൊന്നും ഓർമ്മയില്ല, ഒന്നും മിണ്ടുന്നില്ല, കയ്യാകെ തണുത്തിരിക്കുക. ഞാനത് കേട്ടു. എനിക്ക് എന്തോ അറിയില്ല, എനിക്കത് കരച്ചിലോ സങ്കടമോ ഒന്നും വന്നിട്ടില്ല. ഞാനത് കണ്ട വഴി ഞാൻ പൂജാമുറിയിൽ പോയി. പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങളെ കുട്ടികളുടെ കാര്യമല്ല, എന്റെ കാര്യമാണ്, എല്ലാ കാര്യവും. പക്ഷെ മുൻതൂക്കം ഭഗവാന്റെ കാര്യത്തിലാണ്. സമിതിയിൽ എങ്ങനെ പരിപാടി ഉഷാറാക്കും, എന്തെല്ലാം സ്വാമീന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. ഞാൻ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇത്തരം സ്വാമി എന്ന് മാത്രം വിചാരിക്കുന്ന മോഹനേട്ടനെ സ്വാമിക്ക് വേണ്ടേ, എന്നാൽ എനിക്കും വേണ്ട. ഞാൻ ഭഗവാനോട് പറഞ്ഞു. അതില് മോഹനേട്ടൻ റൂമിന്ന് മാധുരി എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ച് ഞാൻ, അപ്പൊ എനിക്ക് എന്തോ അറിയില്ല, നെഞ്ചിനടുത്തൊരു വേദന. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ഉള്ള പിന്നെ അടുത്ത അനുഭവം എന്ന് പറഞ്ഞാല്,
എൻ്റെ വീട്ടില് മോളുടെ ചോറൂണായിട്ട് ഒരു സത്സംഗം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അന്ന് മോളുടെ ചോറൂണായിട്ട് ഒരു സത്സംഗം വീട്ടില് പന്തലൊക്കെ ഇട്ടിട്ട് ഒരു സാധന ക്യാമ്പ് മാതിരി നടത്തിയിരുന്നു. ഏകദേശം 300ഓളം ആൾക്കാർ പങ്കെടുത്തിരുന്നു. ബാലുശ്ശേരിയുള്ള മുത്തമ്മയായിരുന്നു മോക്ക് ചോറ് കൊടുത്തത്. അന്ന് അടുക്കളയില് അരി വാർക്കുന്ന സമയത്ത് രണ്ടാമത്തെ മോൻ സായി വിവേക് എന്റെ സാരി വന്ന് പിടിച്ചു. വാർത്ത വെള്ളം മൊത്തം പോയി. അരി വാർത്ത വെള്ളം മൊത്തം മോന്റെ മേല് ഒഴുകി പോയി. ഞാൻ അവിടുന്ന് മോൻ ഭയങ്കര കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഞാൻ ഓടി ബാത്റൂമിലേക്ക് മോനെ കൊണ്ടുപോയിട്ട് സായിരാം എന്തിനും എനിക്കുള്ളത് എന്താ വെച്ചാല് എന്ത് പ്രശ്നം വന്നാലും ഭഗവാനെ സ്ഥലകാലമൊന്നുമില്ല സായിരാന്നട് വിളിക്കും. അങ്ങനെ സായിരാ എന്ന് പറഞ്ഞ് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. നിറച്ച് വെള്ളം സായിരാം എന്ന് പറഞ്ഞിട്ട് മോന്റെ മേലൊഴിച്ചു. പിന്നെ മോൻ കരഞ്ഞു ഉറങ്ങിയ സമയത്ത് പിന്നെ ഉണർന്ന സമയത്ത് മോന്റെ മേത്ത് ഒരു പൊള്ളൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അത് മോനേട്ടനോട് പറഞ്ഞില്ല. കാരണം മോനേട്ടനോട് വഴക്ക് പറയും മോനേട്ടൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ മോനേട്ടനോട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു, പിന്നെ മോനേട്ട ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. മോൻ ഇങ്ങനെ ഓടി വന്നു, എന്റെ സാരി പിടിച്ചു, അതില് വെള്ളമൊക്കെ പോയി, എന്നിട്ട് ആ വെള്ളം ഒഴിച്ചു, അങ്ങനെ പൊള്ളൊന്നും ചെയ്തില്ല. അപ്പൊ ഇതെല്ലാം മോനേട്ടൻ കേട്ട സമയത്ത് എന്നോട് പറഞ്ഞു, അതൊക്കെ ഇത്ര ആലോചിക്കണ്ടോ, അതൊക്കെ എന്നോട് പറയല്ലേ വേണ്ടത്, അതൊക്കെ സ്വാമി അല്ലാതെ ആരാണെന്ന് മോനേട്ടൻ പറഞ്ഞു. അപ്പൊ സായിരാന്നും പറഞ്ഞു. പിന്നെയുള്ള ഒരു അനുഭവം വെച്ചാൽ എനിക്ക് വാദത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. അന്ന് വാദത്തിന്റെ അസുഖം ഉണ്ടായ സമയത്ത് എനിക്ക് ഒരു പാത്രം എടുക്കാൻ വരെ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ കോഴിക്കോട്ടുള്ള ഒരു വാദത്തിന്റെ നല്ലൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ കണ്ടു. അപ്പൊ ഡോക്ടർ കുറെ ഗുളികകളൊക്കെ എഴുതി, ഗുളികയൊക്കെ വാങ്ങി ഞാൻ വീട്ടിൽ വന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറെ കണ്ടു, ചോദിച്ചു ഈ മരുന്ന് എത്ര കാലം കഴിക്കേണ്ടേനു എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്നോട് 5 കൊല്ലമെങ്കിലും കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, 5 കൊല്ലം കഴിച്ചാൽ ഇത് സുഖമാവുന്നു ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു ഡോക്ടറെ അടുത്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അതെനിക്ക് പറയാൻ പറ്റില്ല, സുഖമാവുന്ന എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങള് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാൻ ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ ആയുർവേദമൊക്കെ മുഴുവൻ ാണ് വൈറ്റ്ഫീൽഡില് ആശ്രമത്തിൽ സേവനം ചെയ്യാനുള്ള ഒരു അവസരം വന്നു. അന്ന് മോൻ വൈറ്റ്ഫീൽഡ് ആശ്രമത്തിൽ അവിടെ കോളേജിലായിരുന്നു. മൂത്ത മോൻ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാമിയോട് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ വൈറ്റ്ഫീൽഡ് ആശ്രമത്തിൽ പോയിട്ട് ഞാൻ ഭഗവാനോട് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു, എന്റെ അസുഖം ഭേദമായ സ്വാമിയുടെ സേവനം ചെയ്യാനുള്ളതായി ജീവിതത്തെ ഞാൻ ഉപയോഗിക്കും. പിന്നെ എങ്ങനെയെന്നറിയില്ല, എനിക്ക് പരിപൂർണമായി ഭേദമായി. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. സ്വാമിയുടെ അനുഗ്രഹമല്ലാതെ എന്താ പറയാ. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നതിനാൽ വൈറ്റ്ഫീൽഡിന് സേവനം ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വാമി അത് നീട്ടിവെച്ചു എന്ന് തന്നെ പറയാം. നമ്മളെല്ലാം സ്വാമിയുടെ കയ്യിലെ ഉപകരണങ്ങളല്ലേ. ഒന്നും പ്രതീക്ഷിക്കാതെ സ്വധർമ്മം അനുഷ്ഠിക്കാനേ നമുക്ക് കഴിയും. ബാക്കിയെല്ലാം സ്വാമിക്ക് വിട്ടുകൊടുക്കാം. എന്തായാലും സ്വാമി തരുന്ന പ്രസാദമായി നമുക്ക് സ്വീകരിക്കാം. അതിനു വേണ്ട മനക്കരുത്തിന് വേണ്ടി നമ്മൾക്ക് സ്വാമിയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോഴാണ് സ്വാമിയുടെ ചൈതന്യ ജ്യോതിയിൽ സേവനം ചെയ്യാൻ അവസരം സ്വാമി അനുഗ്രഹിച്ചു തന്നത്. ചൈതന്യ ജ്യോതിയുടെ 25ാം വർഷവും സ്വാമിയുടെ 100ാം ജന്മദിനവും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നത് സ്വാമിയുടെ സങ്കല്പമല്ലാതെ മറ്റൊന്നുമല്ല. സായിരാം. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത് എന്റെ ഭാഗ്യമാണ്. അതിന് അവസരം ഒരുക്കിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് വത്സലാന്റിയോട് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ജയ് സായിരാം. ജയ സായിരാം. നല്ല നല്ല അനുഭവങ്ങൾ മാധുരി. താങ്ക് യു. ഇന്നലെ മാഷും നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവച്ചു. സായിരാം. ഒരു ഭജന പാടും കഴിഞ്ഞിട്ട്.
రాక్షసుడైనటువంటి హిరణ్యకశిపుని కుమారుడు ప్రహ్లాదుడు చాలా చిన్నవాడే. Prahlada is so young, being the son of a demon king. ఏ పలుకులు పలికినా గాని నారాయణ్ నారాయణ్ నారాయణ్. He always repeated God's name, Narayana. అతనికి దుర్మార్గమైనటువంటి ప్రవర్తనలు అనేకంగా అభ్యాసం చేపిస్తుంటూ వచ్చాడు. In fact, the company around wanted him to know and ఆ cultivate టీచర్స్ కూడా everything bad. దుర్మార్గమైనటువంటి విషయాలే చెప్పుకుంటూ వచ్చారు. Teachers also taught him all wicked things. తిరిగి తండ్రి ఆ కుమారుడిని పిలిపించి When father asked him to ఈ come టీచర్స్ close, ఏమి చెప్తున్నారో వినాలని ఆశించారు. he wanted to know how his teachers taught him. నాయనా నీవు చదువుకున్నావా? Boy, have you learnt? అన్ని చదువులు చదివాను తండ్రి అన్నాడు. Father, I have learnt all. ఏది ఒక చిన్న మంచి మాట చెప్పు అన్నాడు. Come and speak one or two good words. హరి అను 2 అక్షరములు, He said 2 letters, Hari. హరించిన పాతకములు. These 2 letters will atone our sins. అలాంటి అక్షరములు లేనప్పుడు ఈ చదువులు ఎందుకు? If we do not know these 2 letters, Hari, that would atone our sins, what for is education? కనుకనే నాకు కావలసిన విద్యనంతా వచ్చినాయి. So I could have all the education I wanted. చదివించిన నన్ను గురువులు, Teachers taught me. చదివిని ధర్మ అర్థ కామ మోక్షములు. I have learnt all the 4 objectives of life. మోక్షం దగ్గరికి వచ్చేటప్పటికి తండ్రికి రేగిపోయినది. And when he came to the state of liberation and father felt the reeling మోక్షం sensation. లేనటువంటి ఈ విద్యలు ఉండి ప్రయోజనం ఏంటి? And without this liberation moksha, what for the rest of the ధర్మ things? అర్థ కామములు, Dharma, artha, kama. ఈ 3 మాత్రమే ఉంటుండి మనిషిని ముంచి వేస్తుంటుండాలి. If you just go by these 3, you will have your life totally. చదువులలో మర్మం ఎలా చదివితే తండ్రి అన్నాడు. So father, I have learnt the secrets of true education. ఏది ఒక మాట చెప్పు అన్నాడు. Father said, say 1 or 2 words. నమో నారాయణాయ అన్నాడు. He said, Namo Narayanaya. ఒక్క తూరు అతన్ని నెట్టి వేశాడు. He burst him, sent him, driven him out. అప్పుడు కూడా నువ్వు ఈ యొక్క ప్రహ్లాదుడు కోపం రాలేదు. Prahlada was not angry. ఏమి చేసినప్పటికీ నారాయణ నారాయణ నారాయణ. Whatever might be done, yet he continued to ఏనుగుల చేతి repeat. ఎచ్చి తొక్కించినాడు. He was trampled under the feet of elephants. నారాయణ అనేటప్పటికీ ఏనుగులంతా కూడా లైట్ గా మారిపోయినాయి వెయిట్. So the gigantic elephant also could turn so light in its weight. విష సర్పములు తెచ్చి కనిపించాడు. Poisonous snakes were నారాయణ brought there to bite him. విషం అంతా కూడా అమృతంగా మారిపోయింది. And the entire poison turned into nectar. ప్రతి దాని ఎందుకు దైవత్వం అనేటువంటిది ఇంత పవిత్రమైనదిగా ఉంటుండాలి. That is the sanctity, the greatness of divinity. దాన్ని అనుభవించినటువంటి వారికి తెలుస్తుంది కానీ కేవలం ఆలకించేటువంటి వారికి తెలియదు. Those that actually experience will know that, not simply listening to its glory. కనుకనే ఇన్ని కష్టములకు కూడాను ఆ చిన్న బాలుడు సహించుకొని భరించుకొని ఇంత సాధించుకుంటూ వచ్చాడు. Being so young, that little boy could resist and face all the troubles and problems because of God's name. కట్టకడపటికి ఎవరికి గతి తప్పింది? Ultimately what happened? ఈ యొక్క తండ్రికే తన యొక్క స్థితి తప్పిపోయింది. The father had to lose his position. ఒరే పిచ్చివాడా, దైవం 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 అంటున్నావు, ఎక్కడున్నాడు దైవం? The father asked, oh boy, you say God, where is he? ఇందుకలడు అందులేదు సందేహం వలదు తండ్రి. The boy said, you'd never say that he is here and he is not there. అయితే ఈ స్తంభంలో ఉన్నాడా? Is he there in that pillar? ఉన్నాడు. Yes. నా నమ్మకం అంత గొప్పది. He has got such a strong faith. వేర్ దేర్ ఇస్ కాన్ఫిడెన్స్ దేర్ ఇస్ లవ్. Where there is confidence, there is love. వేర్ దేర్ ఇస్ లవ్ దేర్ ఇస్ ట్రూత్. Where there is love, there is truth. వేర్ దేర్ ఇస్ ట్రూత్ దేర్ ఇస్ పీస్. Where there is truth, there is peace. వేర్ దేర్ ఇస్ పీస్ దేర్ ఇస్ బ్లిస్. Where there is peace, there is bliss. వేర్ దేర్ ఇస్ బ్లిస్ దేర్ ఇస్ గాడ్. Where there is bliss, there is God. నమ్మకమే లేకపోతే ఇంక దైవత్వం నీకు ఎట్ట తెలుస్తుంది? Without this faith to begin with, how can you experience God? అప్పుడు ఆ కోపం చేత ఆ స్తంభాన్ని కొట్టాడు గదతో తండ్రి. Out of anger, the father had hit that pillar. ఆ స్తంభం నుంచి కూడా నువ్వు నరసింహులు ఉద్భవించాడు. There, out of that pillar, we find Narasimhamurti అనగా coming దీని out. యొక్క అంతరార్థం ఏమిటి? What is the inner significance? ఈ దేహం అనేటువంటి స్తంభాన్ని బద్దలు చేశాడు. It only means the body of the pillar is totally broken. దేహాభిమానం చంపివేశాడు. The body attachment is totally broken. దేహాభిమానం చంపివేసరికి ఆత్మాభిమానం అనేటువంటి దైవత్వము సాక్షాత్కరించింది. And once the body attachment is killed, you will get attached to the self. కనుకనే So- ఈ దేహాభిమానం చంపాలి, So kill this body attachment ఆత్మాభిమానం ఆవిర్భవిస్తుంది. and be attached to the self. சாய்ராம் சாய்ராம் மதுரை சாய்ராம். பஜனை படிக்கோள சாய்ராம். നീലകണ്ഠ മഹാദേവ ഗൗരി വന്ദന
നീലകണ്ഠ മഹാദേവ ഗൗരി വന്ദന ചന്ദ്രചൂഡദയാനാഥ നന്ദിവാഹന ചന്ദ്രചൂഡദയാനാഥ നന്ദിവാഹന സാംബ ശിവ ശൂലധാരി നാഗഭൂഷണ സാംബ ശിവ ശൂലധാരി നാഗഭൂഷണ ഫാലനേത്ര ഉമാകാന്ത പരമ പാവന ഫാലനേത്ര ഉമാകാന്ത പരമ പാവന നീലകണ്ഠ മഹാദേവ ഗൗരി വന്ദന ചന്ദ്രചൂഡദയാനാഥ നന്ദിവാഹന സാംബ ശിവ ശൂലധാരി നാഗഭൂഷണ ഫാലനേത്ര ഉമാകാന്ത പരമ പാവന ഫാലനേത്ര ഉമാകാന്ത പരമ പാവന നീലകണ്ഠ മഹാദേവ ഗൗരി വന്ദന. സായിരാം. സായിറാം. ഇനി സായി ഉപമ. താങ്ക് യു സോ മച്ച്. സായിരാം. താങ്ക് യു മാധുരി. താങ്ക് യു സോ മച്ച്. എക്സ്പീരിയൻസ് ഭജന എല്ലാം വളരെ നന്നായിരുന്നു. സായിരാം. 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 സായി ഉപമ. ഒരു ജീവി ജന്മമെടുക്കുന്നത് താൻ ഈശ്വരനാകുന്ന ജ്യോതിയുടെ ഒരു സ്ഫുലിംഗം ആണെന്ന് വിളംബരം ചെയ്യുവാനാണ്. ശരീരം ഒരു വിളക്കിലെ തിരിക്ക് സമമാണ്. ഈശ്വരനു വേണ്ടിയുള്ള അഭിവാഞ്ച ആ ദീപത്തെ ജ്വലിപ്പിക്കുന്ന നെയ്യാണ്. പക്ഷേ എലിപ്പെട്ടിയിലിരിക്കുന്ന ഒരു ആഹാര പദാർത്ഥത്തിന്റെ ഗന്ധം കൊണ്ട് ആകർഷിക്കപ്പെട്ട ഒരു എലി കളപ്പുരയിലെ ധാന്യത്തെ അവഗണിച്ചുകൊണ്ട് എലിപ്പെട്ടിയിൽ വീഴുന്നു. അതുപോലെ മനുഷ്യൻ തന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ നിരാകരിച്ചുകൊണ്ട് നശ്വരമായ ഭൗതിക സമ്പത്തിൽ അതിന് പിന്നാലെ പോയി തന്റെ ജീവിതം നഷ്ടമാക്കുന്നു. ജയ സായിരാം. സായിറാം. ഇനി നാളെ ഭഗവത്ഗീത ക്ലാസ് ആയതുകൊണ്ട് അന്തർശൗചയജ്ഞ പരിപാടി ഇല്ല. വെള്ളിയാഴ്ച അതിഥിയായി വരുന്നത് ശ്രീമതി പ്രീത ശ്രീകുമാർ. സായിറാം. സായിരാം. സായിരാം. സായിറാം. സായിരാം. സായിരാം. അമ്മ സായിരാം. സായിറാം. സായിരാം. नो भवन्तु समस्तलोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु. ॐ शान्ति शान्ति शान्तिः.